ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി പാർക്കിംഗ്. ചലോ നല്ല തണുപ്പുണ്ട്. വാട്ട് कौन सा थे ചോക്ലേറ്റാ? അതെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി പ്ലസ് ടീ ഫാക്ടറി. അപ്പം ഫസ്റ്റ് നമ്മളിതാ എൻട്രി ചെയ്തപ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ചോക്കോ ബീൻസാണ് ആ കാണുന്ന ആ ഒരു ഡ്രമ്മിൽ ഇതൊക്കെ ക്രഷ് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ പോയിട്ടാണ് നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷീൻസൊക്കെയാണ് ആ കാണുന്നത്. കണ്ടോളൂ. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ രാവിലെ ഇപ്പം നേരത്തെ എത്തിയല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിൽ ഞങ്ങൾക്ക് ചെക്കിങ് ഉള്ളത് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും സ്റ്റാർട്ട് ആവാണ്ടിരിക്കുന്നത്. അത് ഓരോരോ ഇത് അവർ ജസ്റ്റ് ഓൺ ചെയ്തേ ഉള്ളൂ ഈ മെഷീൻസൊക്കെ. അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കാണിക്കുന്നതാണ് ഇന്നതൊക്കെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒരു ഗ്ലാസ് ഷീൽഡിലൂടെ നമുക്ക് ജസ്റ്റ് അങ്ങനെ കാണാൻ പറ്റും അങ്ങോട്ടേക്ക്. ദാറ്റ്സ് ഇറ്റ്. ഇതേ ചോക്ലേറ്റ്സ് പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇതുപോലെ കിട്ടും. ദേ കണ്ടോ, ഇതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ടീ. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. ഇതാണ് ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ്. അതിൽ ലീഫൊക്കെ ഡ്രൈ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ലീഫ് ഇട്ടിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക അത്ര ലീവ്സൊക്കെ ഫുള്ളി. എന്നിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾക്ക് ആ ഒരു ടീ ഡസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇവിടെ വരുമ്പം ഭയങ്കര എന്താ പറയുക, ഒരു പച്ചപ്പ് ഒരു സ്മെല്ലില്ലേ. മൈലാഞ്ചി ഇടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ആ ഒരു മൈലാഞ്ചിയുടെ ഇല നമ്മൾ അരയ്ക്കുമ്പോഴും ആ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അതിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഇവിടെ വരുമ്പോഴും ഉള്ളത്. ആ ഒരു ഇലയുടെ ഇല ക്രഷ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മെല്ലില്ലേ, അതിൻ്റെ ഇത്. ഇപ്പം നമ്മൾ ഇതിലൂടെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലാണ് മെഷീൻസൊക്കെ ഉള്ളത്. നമുക്ക് പുറത്തും ഇവിടെയും അതുപോലെ നമുക്ക് പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഘട്ടമായിട്ട് അങ്ങനെയാണ് കാണാൻ പറ്റും. ഇതാണ് ഒരു ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിൽ ആ ഒരു ഡസ്റ്റായിട്ട് അത് വരുന്നത്. അങ്ങനെ പോയി പിന്നെ അതിലും മൈന്യൂട്ട് ആ ഒരു പൊടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അങ്ങനെ ലാസ്റ്റ് The tea leaves were commercially manufactured in India in the പിന്നെ ഇവിടെ നമുക്ക് ചായ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ചായ നമുക്ക് ഒരു ഗ്ലാസ് ചായ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇത് മസാല ടീ ആണ് കേട്ടോ. ഇതിൽ മസാലയൊക്കെ ഉണ്ട്. പിന്നെ ആ മെഷീൻ്റെ മിനിയേച്ചർ ഫോമാണ്.
ancient tea process. Scenting. ദേ ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ ടെക്നിക്സ് ആണ്. അതായത് ആൻഷ്യൻ ടൈമിലുള്ള ഈ ടീ ഡസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഓരോ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഈ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അപ്പോഴൊക്കെ ഓരോ ടെക്നിക്സ് ആണ്. അന്ന് മുതൽ ഇതൊക്കെ ചെയ്ത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആൻഷ്യൻ ടീ പ്രോസസ്സിങ്. Harvesting. Shaking enzyme detector. Zooshin shaking and rolling for geo. And then 6th one, drying from sunlight. Then they are winnowing and sewing. Tea leaves, sorted leaves, separated them, pressing into caves. Aging for darkness, some teas especially. And then this is the view from here. ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ. ആ മലനിരകൾ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇതാണ് ഇവരുടെ റീറ്റെയിൽ ഷോപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടീസൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീസ്, പിന്നെ ഫ്ലേവർ ടീസ്, ഗ്രീൻ ടീസ്, വൈറ്റ് ടീസ്, അങ്ങനെ പല 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 തരത്തിൽ. പിന്നെ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് സെക്ഷനായിട്ട് വരുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ഫസ്റ്റ് സോഫ്റ്റ് ടോയ്സ്, പിന്നെ ചെവിയിൽ ഇടാനായിട്ടുള്ളതൊക്കെയാണ് ഇത്. പിന്നെ ഇപ്പത്തും കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ടോയ്സ് ഒക്കെ ഉണ്ട്. കിഡ്സൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടേ അവർ പോവുള്ളൂ. കിഡ്സ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അവസ്ഥ. പിന്നെ ഇതാണ് ഡിസ്കവറി ഓഫ് ടീ. കാണിച്ചില്ല എന്ന് വേണ്ട, ഇത് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചോളൂ. പിന്നെ നമ്മൾ പോകുന്നു. നമ്മൾക്ക് വേണ്ടത് എന്തെങ്കിലും ടോയ്സ് ഓർ ഗെയിംസ്. What is this? I slept all day. You know what the jihad was? No. Jihad, no. I slept all day today. അപ്പോൾ നമ്മുടെ ഈ ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു വിസിറ്റൊക്കെ കഴിഞ്ഞു ഇറങ്ങി ഞങ്ങളിതാ ഇനി റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ചെക്കിങ്. നമ്മൾ ഇപ്പം ലീവിങ് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള വഴി. ഇച്ചിരി സ്റ്റീപ്പായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അപ്പീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ കയറുന്ന ആൾക്കാർ സ്മൂത്തായി കയറി പൊക്കോളൂ. ആ പുക കണ്ടോ, അത്രയും ഈ എൻജിന് അത്രയും സ്ട്രെയിൻ ആവുന്നതുകൊണ്ടാണ് ഇത്രയും ഈ ബ്ലാക്ക് പുക പോകുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് നമ്മുടെ ഈ ഏറ്റവും ടോപ്പ് പോയിന്റ് ആയ ദൊഡ്ഡബെട്ട പീക്ക് ഉള്ളത്. അവിടെയോട്ട് നമ്മൾ നാളെ പോകുന്നതായിരിക്കും. ആരൊക്കെയാണ് കണ്ടോ, ഇവരാണ് സ്പിരിച്വൽ ടീച്ചേഴ്സ്, മാസ്റ്റേഴ്സ് ഇൻ ടിബറ്റൻ ബുദ്ധിസം.
നോർത്ത് ഈസ്റ്റ് വാലീസിലൊക്കെ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഇവരെയൊക്കെ കാണാൻ പറ്റുക. നേപ്പാളിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ കാണുന്ന വാലിയിലെ ആ ഒരു വീടുകളൊക്കെ കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ഫോർമേഷൻസിലുള്ള ആ ഒരു വീടുകളും. ഈ ഊട്ടിയിൽ വന്നാൽ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ കുറേ കാണുന്നതാണ്, എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും കാണുമ്പോഴുള്ള ആ ഒരു മനസ്സിൽ കുളിർമുണ്ടല്ലോ, പറയാനൊന്നും പറ്റില്ല. ചിലർക്ക് ഇതൊന്നും പുതുമായിരിക്കില്ല എപ്പോഴും കാണുമ്പം. പക്ഷെ ഞങ്ങൾക്ക് ഈ കാഴ്ചകൾ എത്ര കണ്ടാലും ആ ഒരു പുതുമ അങ്ങനെ തന്നെ നിലനിർത്തി കണ്ടുപോകുന്ന കാഴ്ചകളാണ് എന്നും. ആദ്യം കണ്ടോ ആ ഒരു മലനിരകൾ, ഈ ഒരു തണുപ്പ്, ആ ഒരു കാഴ്ചകൾ അടിപൊളി. അപ്പം കാണാത്തവർ വന്ന് കണ്ടോളൂ. ഇപ്പോൾ ഊട്ടിയിലേക്ക് വരാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇതേ ഞങ്ങളുടെ സ്റ്റേയിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ കയറി. ഇങ്ങനെ പോയിട്ടാണ് ഞങ്ങളുടെ ആ ഒരു റൂമിലേക്ക് പോകുന്നത്. വഴി തെറ്റിയോ എന്നുള്ളൊരു സംശയം. നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ താഴെ നിന്നായിരുന്നു പോകേണ്ടത്. ഒരു വൈ ഷേപ്പിൽ ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാപ്പ് ചില സമയത്ത്, അതായത് നമ്മുടെ ഗൂഗിൾ അമ്മായി നമ്മളെ ചില സമയത്ത് കൊക്കയിലും ചിലപ്പോൾ കൊണ്ടുപോയി ഇടും. അപ്പം നമ്മൾ നോക്കിയിട്ടും കണ്ടുമൊക്കെ വേണം പോകാനായിട്ട് കേട്ടോ. നമ്മളിപ്പം അങ്ങനെ ഒരു വഴിയിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ കുറച്ച് വേസ്റ്റൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബോർഡും കാണുന്നുണ്ട്. നമ്മൾ തിരിച്ച് നമ്മൾ ആ ഒരു വന്ന വഴിക്ക് പോയിട്ട് നമ്മൾ ലെഫ്റ്റിൽ പോയാലായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റേ. ഇതല്ല കേട്ടോ പോകുന്ന വഴി. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതിൻ്റെ താഴെ ആ ഒരു മെയിൻ വഴിയിലൂടെ നേരെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഈ അമ്മായി ഉണ്ടല്ലോ, പക്ഷെ അങ്ങ് നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്, കണ്ടോളൂ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴി. ഇതാണ് കറക്റ്റ് വഴി കേട്ടോ. അങ്ങോട്ടൊന്നും കയറണ്ടായിരുന്നു, നേരെ പോയാൽ മതിയായിരുന്നു. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അറൈവ്ഡ്. ഇതാണ് ക്ലൗഡ്സ് നെസ്റ്റ് റിസോർട്ട്. ഫസ്റ്റ് ടൈം നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ കയറുന്ന ഒരു വഴിയാണ് കൺസേണിങ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്. ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഓഫ് റോഡ് പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നല്ല എൻട്രൻസ് അടിപൊളിയാണ്. നമുക്ക് ഏത് വെഹിക്കിളിൽ വരുവാണെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് കയറാം. പിന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. അപ്പം ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ പോയി ഒന്ന് റിസപ്ഷനിൽ പോയി നോക്കാം. അടിപൊളി വ്യൂ ആണ്. അങ്ങ് അകലെ വരെ കാണുന്നുണ്ട്. സൂപ്പർ വ്യൂ ആണ്, നല്ല കാമാണ്. എന്താ പറയുക, അടിപൊളി. പിന്നെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷനിൽ ഇവിടെയാണ് ഡൈനിങ് ഹാളും കൂടി ഉള്ളത്. ദിസ് ഈസ് ലൈക്ക് കോട്ടേജ് ഒക്കെ ഇല്ലേ, ഏകദേശം അതുപോലെയൊക്കെയാണ്. ദാറ്റ്സ് ദ കിച്ചൺ. അവിടെ ഒരു ആൻറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ഇവിടെ ഹോംലി ഫുഡായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പം എനിക്ക് ഇൻറ്റീരിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് റിയലി എലഗന്റ് ആൻഡ് റോയൽ ലുക്ക് ഇൻറ്റീരിയർ. പുറമേയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് എന്താ പറയുക, നമുക്കിനി സ്റ്റേ ചെയ്തിട്ട് ബാക്കി പറയാം. ഒന്നുകൂടി ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഈ എൻട്രൻസ് എങ്ങനെയാണെന്ന്. കയറിയതും ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഏരിയയാണ്.
then the kitchen, and this is the എന്താ പറയുക ലോബി. നമ്മുടെ ഇവിടെ ഒരു ചെസ് ബോർഡും ഉണ്ട്. ചെസ് ബോർഡും ആ ഒരു റോയൽറ്റി കണ്ടോ, ദാറ്റ് റോയൽ ഗ്രീൻ ഗോൾഡ് ആൻഡ് സിൽവർ ലുക്ക്, ഇറ്റ്സ് അമേസിങ് ശരിക്കും. Come, let's show you our room. Come. This is our room. This cozy sofa. എന്താ പറയാ, it's just really wonderful. പിന്നെ നമുക്ക് ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ നമ്മുടെ കബോർഡാണ് ഇത്. ഈ കബോർഡിൽ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. ദിസ് ഈസ് ആ കബോർഡ്. ആൻഡ് ദെൻ ദിസ് ഈസ് must item. Yes, makeup mirror. And come, let's show you the washroom. This is it. കണ്ടോളൂ, എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇതൊക്കെ എന്താ പറയുക, ഓരോരോ ഐറ്റംസ് അവർ സെലക്ട് ചെയ്തേക്കുന്നതും എല്ലാം, ഈച്ച് ആൻഡ് എവ്രി ഐറ്റം റിയലി അതിൻ്റെ ആ ഒരു ചാമ് വർദ്ധിക്കുന്ന എല്ലാം എന്താ പറയുക, ഇൻറ്റീരിയർ ഇറ്റ്സ് സൂപ്പർബ്. ടോയ്ലറ്ററീസ് ഉണ്ട്. See the golden faucets. പിന്നെ കണ്ടോ, ഈച്ച് ആൻഡ് എവ്രിതിങ്. ക്യാൻഡിൽ ഹോൾഡർ, ടവൽ കണ്ടോ, ആ ഒരു ക്ലാസി വിൻറ്റേജ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെയർ ഡ്രയർ ഉണ്ട്. ആൻഡ് കണ്ടോ, എല്ലാം ഈ ഗോൾഡ്, വൈറ്റ് ആൻഡ് സിൽവർ ആ ഒരു തീമിൽ മാത്രമാണ്. പിന്നെ ദെൻ ഗ്രീൻ, ആ റോയൽ ഗ്രീൻ വിത്ത് ഗോൾഡ് ആൻഡ് വൈറ്റ്, ഇറ്റ്സ് ശരിക്കും എന്താ പറയുക, അത് ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. ഒരു രക്ഷയുമില്ലാത്ത ചോയ്സാണ് ഇവരുടെ. ശരിക്കും നോ വേർഡ്സ്. ഇങ്ങനെയാണ് ഈ വിൻഡോയുടെ ഫങ്ഷൻ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. His bathing time
ബാത്തിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തണുപ്പിൽ അവന് ഈ ചൂട് വെള്ളത്തിൽ ഇരിക്കണം, കിടക്കണം, കളിക്കണം. അതാണ് മെയിൻ അവന് വേണ്ടത്. ഇനി നമ്മൾ എവിടെയും പോകുന്നില്ല. ഹി വോണ്ട്സ് ടു പ്ലേ ആൻഡ് പ്ലേ. See, this is the TV unit. ഇവിടെ ഒരു പോട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആൻഡ് സീ ദാറ്റ് വ്യൂ, അതാണ് കേട്ടോ ഹൈലൈറ്റ്. നമുക്ക് ഫ്രൂട്ട് ബൗളുണ്ട്, നമുക്ക് മൈക്രോവേവ് ഓവൻ ഉണ്ട്. And see this wall decorations. It's too cute, right? I want to put my banana peel. Really impressed. Plate ഉണ്ട്. Oh, We have plates also. hey! How much plates? Only two. Oh, golden Are golden spoons. cutleries and Small versions. tea packets. Huh? Packets. We have water, And also we have a a microwave. glass, And also we have chocolates. and we have one microwave. Show them the chocolates. Where? Over there. On the Oh. Okay, we have this is sugar. This. Yeah, we have some chocolates also. It's a homemade chocolate. See this glass, this wine glass. This is also each and everything select ചെയ്തേക്കുന്ന കണ്ടോ, അവരുടെ ആ ഒരു ചോയ്സ് ഓഫ് സെലക്ഷൻ. ഇറ്റ്സ് റിയലി റിയലി വണ്ടർഫുൾ. കണ്ടോ, എനിക്ക് എന്ത് പറയാ, എനിക്ക് പറയാൻ ഇറ്റ്സ് റിയലി. ഡസ്റ്റ്ബിൻ ഓൾസോ. How's it, Azia? So good. Okay. And here comes the jacuzzi. Let me show you something. Bubbles. Oh, And also you can control it from this. tell me about this. ഇത് ഹോട്ട് ആൻഡ് കോൾഡ് കൺട്രോളറാണ്. ആ നോബ് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹോട്ട് ആൻഡ് കോൾഡ്. പിന്നെ ഈ നോബ് നമ്മുടെ ഷാറിൻ്റെ നോബാണ്. അതിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ ഷാർ. പിന്നെ ഇതാ ഇവിടെ നിന്നൊക്കെയാണ് ഈ വെള്ളം വരുന്നത്. വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ബബിൾ അത് ഓൺ ചെയ്തത് കൊണ്ടാണ് ഈ ബബിള് വന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ട് വാട്ടറാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. ഇതാണ് കൺട്രോളർ ഹോട്ട് വാട്ടറിൻ്റെ. പിന്നെ നമുക്ക് റിമോട്ട് ഉണ്ട്, റിമോട്ട് കൺട്രോളർ. ഇത് വെച്ചിട്ട് നമുക്ക് ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാം. Now, bubble off ആയി. Where's the spring? Bubble on ചെയ്ത്. ഓ, വെള്ളം ഇത് കളയാനായിട്ട്. എങ്ങനെയാ? വെള്ളം ഓഫായതാണോ? അത് ഫുള്ള് ഇവിടെ സ്പ്ലാഷ് ആവുന്നുണ്ടായിരിക്കും. And also we can have some music. Music ഉണ്ട്. Yeah, music also there. Is played? No. റേഡിയോ. Yes,
ഒരു ട്യൂണിങ് Yeah. From where the sound is coming? From here. ഇഷ്ടപ്പെട്ട സ്പീക്കർ. No. It's coming from here. Is this back side? There in the back side. Here. ഈ ജക്കൂസി ഫില്ലാവാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 1 hour എടുക്കുമെന്നാണ് പറഞ്ഞത്. Is see jacuzzi where this view ടിപ്പൊളിയില്ലേ. ഈ റിസോർട്ട് വരുന്നത് നമ്മുടെ എവിടെയായിരുന്നു? ഈ റിസോർട്ട് വരുന്നത് വലിയ ദൂരമൊന്നുമല്ല, നമ്മുടെ ഈ എന്താ ലേക്കിൽ നിന്ന് ഒരു 5 kilometers ഉള്ളൂ. അതർ സൈഡാണ്. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിന്ന് ലെഫ്റ്റിലേക്ക് വന്നിട്ടാണ്. നമ്മൾ സാധാരണ നമ്മൾ റൈറ്റിലേക്ക് വന്നിട്ടാ. മൈസൂർ റോഡിലേക്ക് വന്നിട്ട് മൈസൂർ റോഡ് കയറാണ്ട് റൈറ്റ് മേളിലേക്ക് വരണം. ഒരു സൂട്ട് വിത്ത് മൗണ്ടൻ വ്യൂ റൂം. ഈ റൂം ഇത് സൂട്ട് വിത്ത് മൗണ്ടൻ വ്യൂ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിലാണ് ജക്കൂസി ഉള്ളത്. ഇത് ഏറ്റവും പൊക്കത്താണ് ഈ റൂം വരുന്നത്. അധികം റൂംസ് ഒന്നും ഇല്ല, എനിക്ക് തോന്നുന്നു കുറച്ചേ ഉള്ളൂ തോന്നുന്നു, അധികം ഒന്നും ഇല്ല. ജസ്റ്റ് പുതിയതാണ്. ആ അതെ, ഇന്നിപ്പോ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ നല്ല എന്താ പറയാ, നല്ല വൃത്തിയാണ്, അടിപൊളിയാണ്. ഫുഡൊക്കെ ഒരു ഹോംലി ഫുഡ് പോലെ. അവിടെ ഒരു ചേച്ചി അവിടെ ഫുഡ് ഇത് മേക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു ഈ നൈറ്റിലേക്കുള്ള. ഇതാണ് ഇവിടുത്തെ അഡ്രസ്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചില സമയത്തൊക്കെ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. ഈ കയറി വരുമ്പം വഴി എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് കാറിലൊക്കെ വരുവാണെങ്കിലും വലിയ പാടൊന്നുമില്ല നമുക്ക് കണ്ടെത്താനായിട്ടൊന്നും. അപ്പോൾ ഇനി ഒരു ഇങ്ങനത്തെ ഒരു റൂം നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്താ പറയുക, വിതൗട്ട് ഡൗട്ട് യു ക്യാൻ ചൂസ് ദിസ് റിസോർട്ട്. അതായത് എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും വേർത്താണ്. ഒരു 9,000 നമുക്ക് ഈ ജക്കൂസി, അതും ഇത്രയും ക്ലാസി ആൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ് ഇനഫ്. Me having my chocolate drink. നമുക്കിവിടെ ഫുഡൊക്കെ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഫുഡ് നമ്മൾ സൊമാറ്റോയിലാണ് ഓർഡർ ചെയ്യുന്നത്. ചില സ്ഥലത്തൊക്കെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഫുഡൊന്നും പാടില്ല. പക്ഷേ ഇവിടെ നമുക്ക് സൊമാറ്റോ ഓർഡർ ചെയ്യാം. ആറാമാണ്. Miti, on and away. I have everything. Miti, on and on. Oh. Food വേണ്ടാണിക്ക. One. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ട് വാട്ടർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കാറുണ്ട് നിറയ്ക്കാനായിട്ട്. നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്
ഇതിപ്പം ഇത്രയും ആയത്. ഒരു ½ ഒക്കെ ആവും ഇത് ഇത്രയും ഇതാവാനായിട്ട്. കുറച്ച് ടൈം അധികം എടുക്കാറുണ്ട്. Ziani is having fun. How are you feeling? Is it good? Yes. Oh, it's hot, right? No? Kinda. This is the water that I always bath. Oh. ഇവിടെ ഫുള്ള് കൃഷികളാണ്. ഇവിടെ കൂടുതലും കൃഷികളാണ്. അതെ, അവർ രാവിലെ എണീച്ചത് നടന്നത് കണ്ടോ, അവർ എന്തോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നടാനായിട്ട്. ഈ ഏരിയയിൽ കൂടുതലും ഈ കൃഷികളാണ്. ക്യാബേജ് കൃഷിയാണ് ഈ കാണുന്നത്. നല്ല വെയിലുണ്ട്, എന്നാലും മിസ്റ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളി ക്ലൗഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, വാട്ടർ, ചോക്കോസ്, കോൺഫ്ലേക്സ്, cookies. This is cake, bread, jam, butter, mixed veg pickle, toaster, tomato chutney. ചപ്പാത്തി, ദോശ, ചപ്പാത്തി, coconut chutney. ചപ്പാത്തി, ദോശ. No yoga. ടീ, കോഫി, സർ. കോഫി, 2 കോഫി. ഓംലെറ്റ് വേണ്ട. 2 ഓംലെറ്റ്. Sambar. Looks yummy. ദോശ. Dosha. Veg kurma. Chapati. Some fruits. Live.
Mine is bullseye. That means it's a bull's eye. Oh, really? तो यार ये साल कोई इतना भी ना Yeah. What? Why you know, boy? Amma, ada mendor Maggi inge. Anang kurang dari kap nulis naman. Dari reading day pada dia begitu. Reading day pada. Oh, maksud dia dari dekat bang. So, come on. We are leaving this resort. Follow me. See, ഇത് ഞങ്ങളുടെ കാർ. Wow, this is one of the sea. അടിപൊളിയല്ലേ? It's a nice art. അടിപൊളിയായിട്ടുണ്ട്. See, oh my god. കുറച്ച് മുമ്പ് വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പം ക്ലോസ് ചെയ്തെന്നാണ് തോന്നുന്നത്. Moit yaharing entrance nu. Yaharing entrance hoit dari. Fahalo. Yes. Kabudi. Ekolunga na mo miring kuri mati na miri. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇതാണ് പ്രോപ്പർട്ടി. ഇറ്റ്സ് എ നൈസ് പ്രോപ്പർട്ടി. വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതിയാവും. ഹായ് അസിയാൻ. This is the property. ഈ റൂമിലൊക്കെ വ്യൂസ് ഉണ്ട്, പക്ഷേ മറ്റേ ജക്കൂസി ഉണ്ടാവില്ല. ജക്കൂസി വെറും ആ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ. 106
ആ കാണുന്ന അവിടെ മാത്രമേ ജക്കൂസി ഉള്ളൂ. അതാണ് പ്രീമിയം റൂം ആയിട്ടുള്ളത് ഇവിടെ. ബാക്കി നോർമൽ റൂംസ് ആണ്, അധികം ഇല്ല. നമുക്ക് പ്രൈവസി ഒക്കെ കിട്ടും, നല്ല പ്ലേസ് ആണ്. സോ ദിസ് ഇസ് ദ വേ. വഴിയും മോശമല്ല, മെയിൻ റോഡാണ്, കാറും എല്ലാം പോകും. ഞാൻ വഴി താഴെ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാനേജർ. ഹായ്, പേര് ലൈജു. ഓക്കെ, എവിടുന്ന? കണ്ണൂർ. ഓക്കെ, നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഡിസ്കൗണ്ട് കിട്ടും. അതെ, ഡയറക്റ്റ് വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് കിട്ടും. വേറെ ബുക്ക് ചെയ്യുവാണെങ്കിൽ പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും. പിന്നെ നല്ല പ്രോപ്പർട്ടിയാണ്, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അതെ, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ല പ്ലേസ് ആണ്. അധികം റൂംസും ഇല്ല, അതുകൊണ്ട് എല്ലാം ഡിഫറെന്റ് സെപ്പറേറ്റ് റൂംസ് ആണ്. ഫുഡും ഹോംലി ഫുഡാ, അടിപൊളിയായിരുന്നു. ഹായ് അക്ക, ബൈ, പോണു, നെക്സ്റ്റ് ടൈം വരാം. ഇതാണ് ഇവിടെ ഫുഡൊക്കെ വയ്ക്കുന്ന സ്ഥലം. ഓക്കെ, ശരി. ഓ, ബൈ. പിന്നെ ഇവിടുത്തെ വാഷ്റൂം ഇതാ, ഇത് മസ്റ്റാണ് കാണിക്കാന്. കണ്ടോ, അടിപൊളിയാ, നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷെ എന്നാലും നല്ല റീസണബിൾ പ്രൈസും കൂടിയാണ് കേട്ടോ. എല്ലാം അടിപൊളിയാ. ഇതാണ് നമ്മുടെ വാഷ്റൂം. This is me, Asima Azam. So we are leaving to another property and stay tuned. Bye bye. See, hand wash ഉണ്ട്. After wash your hands, spray ഉണ്ട്. പിന്നെ ദേ കണ്ടോ, ഇവിടെ അവർ പഴയ ആ ഒരു ഊട്ടിയുടെ ചാം അവർ ഫ്രെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ദേ കണ്ടോളൂ. അതെ, ഇതാണ് നീൽഗിരി ഡിസ്ട്രിക്ട് ലൈബ്രറി. 1882 ആൻഡ് ദിസ് ഇസ് ലോലി ഇൻസ്റ്റിറ്റ്യൂട്ട്. 1911 ഊട്ടി സ്റ്റോൺ ഹൗസ്. 1822. ഇതിപ്പം അങ്ങനെ തന്നെ ഇല്ല തോന്നുന്നു. വൺസ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എൻട്രൻസ് ഓഫ് ബൊട്ടാണിക്കൽ ഗാർഡൻ. 1848 പിക്കാണിത്. ഇതേ അവരുടെ മെമ്മറീസ് ഒക്കെയും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോളൂ, ഇതൊരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. MEL BMW 618 Germany. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലായിരിക്കും എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. സോ പ്ലീസ് ഡു സപ്പോർട്ട്. ഇനിയും വീണ്ടും വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം കാണാൻ മറക്കണ്ട. ഞങ്ങളിതാ
പ്രോപ്പർട്ടിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞു. റിയലി മിസ് ദാറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങൾ ഒരു ഡൗട്ടും വേണ്ട, ധൈര്യമായിട്ട് ഇത് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം. നല്ല ക്ലീൻലിനെസ് ആണ്, നമുക്ക് ഫുഡ് അടിപൊളിയാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോംലി അതുപോലൊരു ഫുഡാണ്. പിന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. സാധാരണ നമ്മൾ ഊട്ടിയിൽ ഇപ്പോൾ കുറച്ച് ആഫ്റ്റർ കോവിഡാണെന്ന് തോന്നുന്നു, അതിനുശേഷം ഞങ്ങൾ എപ്പോഴും ഊട്ടിയിൽ വരുമ്പോഴേക്കും ഞങ്ങൾ ആ ഒരു ഭാഗത്തായിരുന്നു, ടൗൺ ആ ഒരു ഏരിയയിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോഴൊക്കെയും നല്ല എന്താ പറയുക, ഒരു നല്ല ക്രൗഡൊക്കെയാണ്. ഒരു 11, 10, 12 ആ ഒരു ടൈം ആകുമ്പോൾ പോലും അതിൻ്റെ ഈ വാഹനങ്ങളുടെയും അതിൻ്റെയൊക്കെ സൗണ്ട്സൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാമാണ്, ഒട്ടും സൗണ്ട് പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക, നേച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റും. സോ ഐ റിയലി റെക്കമെൻഡ് ദിസ് പ്രോപ്പർട്ടി. നിങ്ങൾ വരണം, വൺസ് ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ മലയാളം കൂടിയാണ് അവിടുത്തെ ഓണർ. പിന്നെ പിന്നെ നമുക്ക് ഫുഡിന് ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാം. അങ്ങോട്ടേക്ക് സൊമാറ്റോയും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഇത് ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല, ഒരു 4-5 കിലോമീറ്റേഴ്സേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ്സ്. അതായത് ചാറിങ് ക്രോസിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ്, ഒരു 5 കിലോമീറ്റേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.